നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മരയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നുഞ്ഞേരി. മേലാറ്റൂർ മനയിൽ ഹോമം നടന്നു. ഡോക്ടർ മഹേശ്വർ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ പല ക്രിയകളും കർമ്മങ്ങളും നടന്നു. തളക്കപ്പെട്ട ആത്മാക്കളെയൊക്കെ മനുഷ്യനിർമ്മിതമായ രൂപങ്ങളിൽ ആവാഹിച്ച് ക്ഷേത്രങ്ങളിലും മറ്റുമായി കുടിയിരുത്തി. ശേഷം പിടിച്ചിരുത്തപ്പെട്ട പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ കൂടി ചെയ്ത് തറവാട് ശുദ്ധം വരുത്തി ഉപയോഗിക്കാൻ പാകത്തിനാക്കിയെങ്കിൽ പോലും ഉപയോഗശൂന്യമായ മുറികൾ പൂട്ടിയിട്ടു. ഇനി പേടിക്കേണ്ടതില്ല. നല്ല ഐശ്വര്യമുള്ള മനയാ. പറ്റിയാൽ മുടങ്ങാ നിത്യവും സർപ്പക്കാവിൽ വിളക്ക് തെളിയിക്കണം. വർഷത്തിലൊരിക്കൽ ദേവപ്രീതിക്ക് പൂജകളോ ഹോമങ്ങളോ ചെയ്യണം. അല്ലാതെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഹോമമോ പൂജയോ ഒന്നും തന്നെയില്ല. തങ്ങൾക്ക് പൂജ ചെയ്യാൻ അവറ്റകൾ ആരോടും ആവശ്യപ്പെട്ടിട്ടുമില്ല. ആത്മാക്കളുടെ പേരും പറഞ്ഞ് എന്തൊക്കെയാ ഇവിടെ ഉള്ളവർ കാണിച്ചു കൂട്ടിയത് ഓർത്തിട്ട് ചിരി വരുന്നു. അതൊക്കെ കണ്ടും കേട്ടും അടുത്ത് പകുതി കൂടുതൽ പ്രേതങ്ങളും നേരത്തെ തന്നെ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടി. രസം പിടിച്ചെന്നവരെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോവാ. മഹേശ്വർ നമ്പൂതിരിയുടെ നർമ്മം കേട്ട് എല്ലാവരും ഒരുപോലെ ചിരിച്ചു. ചെറിയൊരു പേടി തോന്നാതെ ഇരുന്നില്ല. ചാരുവിനെ കൊണ്ടുപോയ ആവും. ശരിയാ, അവളെ കൊണ്ടുപോയി കാണും. അറിയില്ല, അതോ ഇനിയും പലതും അവൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ? ഒറ്റക്കായതോർത്ത് ചിലപ്പോ അകത്തളത്തിൽ എവിടെയിരുന്ന് കരയുന്നുണ്ടാവും. നാലുകെട്ട് തൂണിൽ ചാരിയെന്ന് തുളസി മനസ്സിലായി ഓർത്തു. തുളസിയോട് ആരും ദേഷ്യം കാണിച്ചില്ല. അത് നീലാംബരി പറഞ്ഞുകൊണ്ട് മാത്രം. എടുത്തു പറയേണ്ടത് കൽപ്പനയുടെ അവസ്ഥയായിരുന്നു. തുളസി പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. തുളസി പാചകം ചെയ്യുന്ന ഭക്ഷണം ശശിധരൻ കുടുംബം കഴിക്കാൻ പാടില്ല. വിശപ്പടക്കാൻ വല്ലതും കഴിക്കണമെങ്കിൽ സ്വയം വെച്ചുണ്ടായി കഴിക്കണമെന്ന് തുളസി കട്ടായം പറഞ്ഞതോടെ ആർക്കുള്ള ഭക്ഷണം കൽപ്പനയും ലാവണിയും ചേർന്നാണ് ഉണ്ടാക്കുന്നത്. വയ്യാത്ത കാലും വലിച്ചഴിച്ച് നടുവും താങ്ങി കൽപ്പനയും ചക്രശ്വാസം വലിക്കുന്നുണ്ട്. മായയുടെ മൊബൈൽ കെണിയിൽ ഒരു പാണ്ടി കരിമ്പാറ പൊന്നുമോ വീണ് ഒരു മുത്തുവേൽ. ബാംഗ്ലൂർ സ്ട്രീറ്റുകളിൽ നിന്നും പലതരം തുണിത്തരങ്ങൾ കുറഞ്ഞ വിലക്ക് വാങ്ങി നാട്ടിൽ കൊണ്ടുനടന്ന് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു തമിഴൻ. അയാളുടെ കയ്യിൽ നിന്ന് ചുരിദാർ മെറ്റീരിയൽ വാങ്ങി മായ എന്ന മെറ്റീരിയൽ മുത്തുവേലിന്റെ തലയിലായി. 2 മാസത്തിലൊരിക്കലാണ് മുത്തുവേൽ നാട്ടിൽ വരുന്നത്. വന്നാൽ ഒരാഴ്ച മായക്കൊപ്പം ദത്തന്റെ വീട്ടിൽ തങ്ങും. അയാൾക്ക് സ്വന്തമായി വീടോ കൂടിയോ ബന്ധുക്കാരോ ഒന്നും തന്നെ ഇല്ല. ഒരാഴ്ച മായക്കൊപ്പം തങ്ങിയ ശേഷം അയാളുടെ ഒമ്നിക്കാറിൽ കയറി വസ്ത്രങ്ങൾ കൊണ്ട് യാത്രയാവും. അയാൾ പോയി കഴിഞ്ഞാൽ മായ തിരികെ തറവാട്ടിൽ വരും. ദത്തന്റെ വീട് സ്ഥിരതാമസത്തിന് യോഗ്യമല്ലാത്ത വിധം ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. ACP റയാൻ വാക്കുപാലിച്ചു. നീണ്ട 6 മാസത്തെ കാരണവാസത്തിന് ശേഷം മുകുന്ദൻ ഉടയാതെ സൂക്ഷിച്ച് ലാവണിയെ ഏൽപ്പിച്ചു. സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാ ACP അതങ്ങ് അറുത്തെടുത്തു എന്ന് പറയുന്നതാവും ശരി. പോരാത്തിന് ഇടിച്ചു പിഴിഞ്ഞ് ജ്യൂസ് മുഴുവൻ കളഞ്ഞ ശേഷം വെറും ചണ്ടിയായി ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റിയിരുന്നു. ലാവണിക്ക് അത്രയെങ്കിലും കിട്ടണം. ഭദ്രയും സരോജിനിയും മരിച്ച ദിവസം കിടപ്പിലായതായിരുന്നു ഭാർഗവൻ നായർ. 6 മാസക്കാലം തുളസി ആവുന്ന വിധത്തിൽ അയാളെ പരിചരിച്ചു. ശേഷം ഭാർഗവൻ നായരും മരണത്തിന് കീഴടങ്ങി. ശോഭന ടീച്ചർ പതിയെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. അവർക്ക് പ്രേമനെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് വരേണ്ടി വന്നു. ശാരീരികമായും അതിനേക്കാൾ ഉപരി മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശോഭന ടീച്ചർക്കുണ്ടായി. അവർ പുറത്തിറങ്ങി നടക്കുകയോ ആരോടും സംസാരിക്കുകയോ ചെയ്യാതെ വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടി. ഇരുകൈകളും നഷ്ടപ്പെട്ട ആദിത്യൻ അയാളുടെ വീട്ടിലൊരു ഭ്രാന്തനെ പോലെ കഴിയുകയാണ്. താൻ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഓരോന്നും അയാളുടെ ഓരോ പകലുകളെയും രാത്രികളെയും വേട്ടയാടിക്കൊണ്ടിരുന്നു. തൽഫലമായി പശ്ചാത്താപത്തിന്റെ കാഠിന്യമേറിയ നോവ് അയാളുടെ മനസ്സിനെ നീറി പുകച്ചുകൊണ്ടിരുന്നു. അതേ വീട്ടിൽ മറ്റൊരു മുറിയിൽ സ്വന്തം മലമാരയുടെ ദർപ്പണത്തെ പോലും ഭയന്ന് ചുരുണ്ടുകൂടി ആവണി. അവളുടെ വികൃതമാക്കപ്പെട്ട മുഖം ഒരിക്കൽ പോലും അവൾ കാണാൻ കൂട്ടാക്കിയില്ല. അവളെ പ്രാണതുല്യം സ്നേഹിച്ചിരുന്ന രാകേഷ് ശർമ്മ എന്ന ചെറുപ്പക്കാരന്റെ ഓർമ്മകളിൽ അവൾ വെന്ത് നീറി. അവന്റെ ഏറ്റവും മോശാവസ്ഥയിലും മരണക്കിടക്കയിലും തന്നെ ഒരു നോക്ക് കാണാൻ കൊതിച്ചവനെ പാടെ അവഗണിച്ച തന്റെ ക്രൂരത ആവണി തിരിച്ചറിഞ്ഞു. അവനുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ ഇനി ഒരിക്കലും തിരികെ പിടിക്കാൻ കഴിയാത്ത ഓർമ്മകളായി അവളെ വേട്ടയാടി. സ്വയം നഷ്ടപ്പെടുമ്പോഴാണല്ലോ നഷ്ടപ്പെടുത്തി കളഞ്ഞതിന്റെ ഓർമ്മകളിലേക്ക് നാം കൂപ്പുകുത്തുന്നത്. എല്ലാം തികഞ്ഞൊരു ജീവിതം തന്റെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ട് കൂടി സ്വന്തം മക്കളെ നേർവഴിക്ക് നയിക്കാൻ കഴിയാതെ പോയ ഭാഗ്യദോഷിയായ അമ്മയായിരുന്നു താനെന്ന തിരിച്ചറിവ് ഓരോ നിമിഷവും ആദിത്യനെയും ആവണിയെയും കാണുമ്പോഴും മാധവിയുടെ ഉള്ളിൽ നീറി മുറിച്ചുകൊണ്ടിരുന്നു. ഒപ്പം ശ്രീനിവാസന്റെ അവഗണന കൂടിയായതും അവർക്ക് തന്റെ ജീവിതം തന്നെ മടുത്തിരുന്നു. പക്ഷേ സ്വയം കോലം കെട്ടിയാടിയ തന്റെ ജീവിതം ആ കോലം അഴിച്ചു വെച്ചിട്ട് കൂടി ഇങ്ങനെ ജീവിച്ച് തന്നെ തീർത്തേ മതിയാവൂ എന്ന് ചട്ടം കെട്ടി. ആസിറ്റ് വീണ് മുഖം വികൃതമാക്കപ്പെട്ട ചൈതന്യ മേനോൻ എന്ന നടി തന്റെ സ്റ്റാർഡം ലൈഫിൽ നിന്നും സാധാരണക്കാരിയായ ഒരു സ്ത്രീയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ഈ അവസ്ഥയിലും താൻ വാരിക്കൂട്ടിയ ആഡംബര ജീവിതമോർത്ത് അവർ സമാധാനിക്കാൻ ശ്രമിച്ചു. സൗന്ദര്യം നഷ്ടമായെങ്കിലും താൻ ഇപ്പോഴും ഒരു ലക്ഷറിയസ് ലൈഫ് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന ബോധ്യത്തോടെ അവരുടെ ഈ അവസ്ഥയുമായി പൊരുത്തപ്പെട്ടു തുടങ്ങിയ ചൈതന്യ. പക്ഷെ നേരും നെറിയും കെട്ട ജീവിതത്തിന്റെ ബാക്കി പത്രം അനുഭവിച്ചതിനെ തീർക്കാൻ നിവൃത്തിയില്ലല്ലോ. കയ്യിലെ ലാബ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന HIV പോസിറ്റീവ് എന്ന ഭീകരാവസ്ഥ അവളെ മുട്ടുമടക്കി നിലം തൊടുവിച്ചു. അഹങ്കാരിയായ സ്ത്രീ അപ്പോഴും പുഞ്ചിരി തൂവി. തന്റെ ശരീരം മോഹിച്ചു വന്നവന്മാർക്കൊക്കെയും ഒരു പുരുഷൻ സ്ത്രീക്ക് ഗർഭം സമ്മാനിക്കുന്ന പോലെ താൻ പുരുഷന്മാർക്ക് HIV സമ്മാനിച്ചിരിക്കുന്നു.
വഴിപിഴക്കപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ ചെയ്യുന്ന പോലെ ഗർഭചിത്രം നടത്താനോ പ്രസവിച്ചയുടൻ കുഞ്ഞിനെ അനാഥാലയത്തിന് മുമ്പിൽ ഉപേക്ഷിക്കാനോ ചാക്കിൽ കെട്ടി കൊന്നളാനോ കഴിയാത്ത വിധം പുരുഷന്മാരെ താൻ HIV എന്ന കെണിയിൽ വീഴ്ത്തിയിരിക്കുന്നു. ഇതേ സമയം പ്രേമും തന്റെ ഇതേ അവസ്ഥയോർത്ത് വിലപിച്ചു. നീലാംബരിക്കും കാവ്യയ്ക്കും നല്ല മുട്ടം പണിയിട്ടി. ഹണിമൂണ് പോകാൻ കാത്തിരുന്ന നീലാംബരിയെയും പ്രസവിച്ച് കുഞ്ഞിനെ നോക്കി വീട്ടിൽ കഴിയാൻ കാത്തിരുന്ന കാവ്യയെയും ഡിസ്റ്റൻസ് ആയിട്ട് MBA പഠിപ്പിക്കാൻ തീരുമാനിച്ചു മാൻഷനിലുള്ളവർ. ഉണ്ണിവയറ് വീർത്തുടങ്ങിയ കാവ്യ ഇത് കേട്ട് ചുണ്ടുകൂട്ടിയപ്പോൾ നീലാംബരിക്ക് ഒന്ന് ഉറക്കെ കരയണമെന്നുണ്ടായിരുന്നു. അവളുടെ മുഖം കൂർപ്പിച്ച മുഖത്ത് നോക്കി ജാൻ ചുണ്ടു കൂർപ്പിച്ച ഒരു മുത്തം കാട്ടി കൊടുത്തു. അതുകൊണ്ട് തന്നെ കാവ്യ കിട്ടിയ ഗർഭം എന്ന 8ന്റെ പണി നീലാംബരി കൊടുക്കാൻ ജാൻ തയ്യാറായില്ല. ബെഡ്റൂമിന്റെ സ്വകാര്യതക്ക് പോലും അവൻ ടൈം ടേബിൾ എഴുതി നീലാംബരിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ടും പഠിത്തം മുഴപ്പി കുറുകിക്കൊണ്ട് വരുന്നവരുടെ വശീകരണ മന്ത്രത്തിൽപ്പെട്ട് സെക്കം പലപ്പോഴും മൂക്കും കുത്തി വീണുകൊണ്ടിരുന്നു. കാവ്യയ്ക്ക് 9ാം മാസം തുടങ്ങിയതും ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാണ് കിരണും നീലാംബരിയും. എടി നില, ഡയപ്പർ വേണ്ട, എന്റെ കൊച്ചു വെള്ളമുണ്ടിൽ മുള്ളിയാ മതി. കിരൺ അത്യാവശ്യം നല്ലപോലെ അലറി. നീലാംബരി ബാഗിലേക്ക് എടുത്തു വെച്ച ഡയപ്പർ ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് നിർമ്മല അരക്കി തേച്ചു കൊടുത്ത കോട്ടൺ വെള്ളമുണ്ടിന്റെ കഷ്ണങ്ങൾ ബാഗിലേക്ക് അടുക്കി വെക്കുകയാണ് കിരൺ. തനിക്ക് ചെവിയും കേട്ടൂടെ, ഇങ്ങോട്ട് നോക്കണോ? കിരൺ വലിച്ചെറിഞ്ഞ ഡയപ്പറും എടുത്ത് അവന്റെ മുമ്പിൽ ചെന്ന് തലവുരുക്കി വിളിക്കുകയാണ് നീലാംബരി. ഇതിപ്പോ സ്ഥിരമായതുകൊണ്ട് അവന് കുലുക്കൊന്നുമില്ല. താമരി തന്ത ചമയാണോ? ഞാനേ എന്റെ കൊച്ചിന്റെ ഒരേ ഒരു അമ്മായിയാ. എന്റെ കൊച്ചി ഡയപ്പറിൽ മുള്ളിയാ മതി. ഈ മഴക്കാലത്ത് വെള്ളം കൊണ്ട് തന്റെ അപ്പം വന്ന് കഴുകി ഉണക്കോ? ഡീഡി, എന്റെ തന്തയെ വിളിച്ചാലുണ്ടല്ലോ പെങ്ങളാണെന്ന് നോക്കില്ല ഞാൻ. നീ ആരെയടി ഡോഡോന്ന് വിളിക്കുന്നത്? പറഞ്ഞുകൊണ്ട് തന്നെ കിരൺ ചാടി എഴുന്നേറ്റ് നീലാംബരിയുടെ കൈ പിടിച്ച് മടക്കി പുറകിലേക്ക് ലോക്ക് ചെയ്തു. എന്നെ വീട്ടിലെ പട്ടി ശ്രീയമ്മ! ഇതിപ്പോ ഒരു സ്ഥിരം കാഴ്ചയാണ് മാൻഷിൽ. രണ്ടിനെയും തല്ലിപിടി കണ്ടു മടുത്ത് കാവ്യ അലറി. ഇറങ്ങി പോകുന്നുണ്ട് രണ്ടും. എന്റെ കൊച്ചു കട്ടിൽ മുള്ളിയാ മതി. രണ്ടിന്റെ ഒരു വെള്ളമുണ്ട് ഓലക്കീറും. ഞാൻ അന്നേ പ്രവചിച്ച ഇത് രണ്ടും ഒരു തന്തക്കുണ്ടായതാന്ന്. അന്നാരും ഇത് കേട്ടില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? വയറും താങ്ങി പിടിച്ച് കട്ടിൽ നിന്ന് എഴുന്നേറ്റവൾ താറാ കുഞ്ഞിനെ പോലെ നടന്നു നിന്ന് രണ്ടിനെയും ഓടിച്ചു വിട്ടു. കിരണും നീലാംബരി 2 വഴിക്ക് ഓടി. ഓടിയാലേ പറ്റൂ. കൂടെ ഓടിയെത്താൻ കഴിയാത്തതുകൊണ്ട് പെണ്ണ് കൈ കെട്ടുന്നെടുത്ത് എറിയും. നീലാംബരി ഓടി മുറിയിൽ കയറിയതും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ജാന്റെ ദേഹത്തേക്ക് ചെന്ന് ഇടിച്ചു നിന്നു. ഓഹ് ഗോഷ്, എടി പെണ്ണ്, എന്റെ തല വിളിക്കോ നീ? ഫുൾ സ്ലീവ് ബനിയന്റെ സ്ലീവ് മുകളിലേക്ക് ഉയർത്തി മുഖം കുനിച്ച് നടന്നവന്റെ തലയിലാണ് നീലാംബരി ചെന്ന് ഇടിച്ച്. എന്നെ കാവ്യ ഓടിച്ചു വിട്ടതാ, ഞാൻ കണ്ടില്ല, സോറി. നിനക്ക് പഠിക്കാനൊന്നുമില്ലടി. ബുക്ക് എടുക്കുന്ന കണ്ടില്ലല്ലോ ഇന്ന്. പോയിരുന്നു പഠിക്ക്. എക്സാം ആയല്ലോ. നെക്സ്റ്റ് ഇയർ കൂടി കഴിഞ്ഞാ മേനോൺസിന്റെ ഏതെങ്കിലും മൂലയൊരു ലാപ്പ് തന്ന് പിടിച്ചിരുത്തും ഞാൻ. സോ പോയി പഠിക്ക്. ചെക്കൻ കലിപ്പ് മോഡ് ഓൺ ചെയ്തും നീലാംബരി തന്റെ മന്ത്രം പുറത്തേക്കെടുത്തു. അവന്റെ നെഞ്ചത്തേക്ക് കയറി അവന്റെ കഴുത്തിലെ ടാറ്റൂവിലൂടെ വിരലോടിച്ചുകൊണ്ട് അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഉണ്ണിയേട്ടാ, ഇന്ന് പഠിക്കണം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. സത്യമായിട്ട് ഇന്ന് പകല് മുഴുവൻ ഞാൻ പഠിച്ചതാ, സത്യം. പിന്നെ എനിക്ക് ലാപ്പ് വേണ്ട, ഒരു കൊച്ചു മതി. തരാവോന്ന്? ഇവള് ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അവളെ തല്ലാവലം കിട്ടുമോന്ന് ഞാൻ ചുറ്റുമെന്ന് നോക്കി. അപ്പോഴേക്കും പെണ്ണ് ഡോർ തുറന്ന് പുറത്തേക്ക് ഓടിയിരുന്നു. കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് ഒരു കള്ളച്ചിരിയോടെ അവന് അവൾക്ക് പുറകെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. രാത്രി ഡൈനിങ് ടേബിളിന് ചുറ്റിലും ഒത്തുകൂടി മേനോൻ കുടുംബം. അതെ, കിരണിന്റെ കൊച്ചിന്റെ നൂലുകെട്ട് നമുക്ക് മേലാറ്റൂർ വെച്ച് നടത്താം. കനകം പറയുമ്പോൾ ആരും അവരെ എതിർത്തില്ല. കാരണം മേലാറ്റൂർമാൻ അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണിപ്പോൾ. നാതുറങ്ങുന്ന മണ്ണ്. യാത്ര ചെയ്യാൻ പൊതുവെ മടികാട്ടിയിരുന്ന കനകം ഇടയ്ക്കിടയ്ക്ക് ജയേന്ദ്രനുമൊത്ത് അവിടേക്ക് പോവാറുണ്ട്. പോയാൽ 1 മാസം തികച്ച് അവിടെ താമസിച്ചിട്ടേ മടങ്ങി വരാറുള്ളൂ അവർ. അവിടുത്തെ പരിമിതികൾ പോലും അവർ വകവെക്കാറില്ല. എന്നാൽ ശിവനാഥ് പിന്നീട് കൈലാസത്തിലേക്ക് പോയിട്ടേ ഇല്ല. അയാൾ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തി സ്വന്തം അച്ഛൻ രാമഭദ്രനാണ്. രാമഭദ്രൻ വീണ്ടും ഓർമ്മകൾ മരിക്കാത്ത മനസ്സുമായി ശരീരം തളർന്ന് കിടക്കയിൽ തന്നെയാണ്. ഒരു പേമാരിക്ക് ശേഷം വീണ്ടും തന്നിലേക്ക് പടന്നു കയറിയവന്റെ ശരീരത്തിനടിയിൽ കിടന്ന് അവൻ പകർന്നു നൽകുന്ന അനുഭൂതിയിൽ പിടഞ്ഞു നീലാംബരി. ഉണ്ണിയേട്ടാ. മാറിനെ നുണയുന്നതിനോടൊപ്പം കൈവിരലുകൾ മറ്റൊരിടത്ത് വിശ്രമം കൊള്ളുമ്പോൾ അവളുടെ വിളിക്ക് ബദലായി കിതപ്പോടെ മൂളുക മാത്രമേ ചെയ്തുള്ളൂ അവൻ. വേദനിക്കണോ? വേദനിക്കട്ടെ പ്ലീസ്. പഠിക്കാൻ പറഞ്ഞ പഠിക്കോ ഇനി? ഞാൻ പഠിച്ചോളാം, സത്യം. ഇല്ലേ, വീണ്ടും ഞാനിങ്ങനെ ചെയ്യും. പറഞ്ഞുകൊണ്ട് വിരലുകളുടെ മുറുക്കം അവൻ കൂട്ടിയതും അവൾ നീങ്ങിപ്പോയി. പഠിച്ചില്ലെങ്കിൽ ഉണ്ണിയേട്ടൻ ചെയ്തോ? ഇന്നലെ നീ ഇത് തന്നെ ലേഡി പറഞ്ഞ് എന്നിട്ട് പഠിക്കാതല്ലേ എൻ്റെ കൂടെ കിടന്ന്? സത്യം പറഞ്ഞില്ല.
ഞാനിങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നീ പഠിക്കാതെ വരുന്നത്? അയ്യേ ഒന്ന് പോണിയേട്ടാ, ഈ ഉണ്ണിയേട്ടനൊരു നാണമില്ല. യാ, ഐ ഹാവ് നോ ഷെയിം ഇൻ സേയിങ് എനിത്തിങ് ടു യു ഓർ ഡൂയിങ് എനിത്തിങ് ടു യു. പറയില്ല അവളിൽ നിന്ന് കൈപ്പിന് വലിച്ചുകൊണ്ട് മുഖം അവിടേക്ക് പായിച്ചിരുന്നു ജാൻ. 10-12 മണിയോട് അടുത്തിട്ടുണ്ടാവണം. കാവ്യക്ക് ചെറിയ രീതിയിൽ വേദന തുടങ്ങി. കിരൺ എഴുന്നേറ്റേ, ദേ കൊച്ചിനകത്തിരുന്ന് മടുത്തു തോന്നുന്നു. ഞാൻ ഇറങ്ങിക്കൊണ്ട് അവൾ പതി എഴുന്നേറ്റ് കിരണിനെ വിളിച്ചു. അയ്യോടി കാവ്യ, അയ്യോ ഇനി എന്ത് ചെയ്യൂടി? എഴുന്നേറ്റവും പറഞ്ഞുകൊണ്ട് ട്രോളി ബാഗ് എടുത്ത് കിരൺ ഡോറും തുറന്ന് റൂമിന് പുറത്തേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. കാവ്യ ഇരുകയിൽ നീട്ടി അലറി, കിരണേ എന്നെയും കൂടി കൊണ്ടോടാ. നിമിഷങ്ങൾ കഴിഞ്ഞതും തിരികെ ഓടി വന്ന് അവളെ കോരിയെടുക്കാൻ ശ്രമിച്ചു അവൻ. എടാ പൊട്ട, കൊച്ചിപ്പ് വരത്തൊന്നുമില്ല, ഞാനിനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്നെ എടുത്തു നോക്കി നടുവെട്ടി കിടക്കാൻ നീ ആരെങ്കിലും ഒന്ന് വിളിച്ചുണർത്തി എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കടാ പട്ടി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. മേനോൻസ് ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് തന്നെയാണ് കാവ്യയെ നോക്കുന്നത്. ആള് പെട്ടെന്ന് തന്നെ ലേബർ റൂമിലേക്ക് മാറ്റി. കിരണും കനകവും ജയന്ദ്രനും ശിവനാഥും സ്ത്രീയും നിർമ്മലയും ജാനും നീലാംബരിയും ഒക്കെ പുറത്തു തന്നെയുണ്ട്. എടാ കിരണേ, എന്താടാ നിന്നെ കൊതുക് അടിക്കുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും അന്തവും കുന്തവും ഇല്ലാതെ ഓടുന്ന കിരണിനെ കണ്ടിട്ടാണ് കനകൻ ചോദിക്കുന്നത്. ശ്രീടാച്ച, നിങ്ങളുടെ ഭാര്യയുടെ നാവിന് നിങ്ങളുടെ കയ്യിലാ. കൊച്ചിനെ കൈ കിട്ടുന്നവർ ഇതിന്റെ അണ്ണാക്കിലേക്ക് വല്ല തിരികെ വെക്കോ പ്ലീസ്. മനുഷ്യന് ഇവിടെ ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങി നിൽക്കുമ്പോഴാ തള്ളയുടെ ഒരു ഓഞ്ഞ കോമഡി. ശിവനാഥ് മേനോൻ ജയേന്ദ്രനെ നോക്കി പറഞ്ഞു. നീലാംബരി ചിരിയടക്കാൻ പാടുവിട്ടുകൊണ്ട് ചുമരും ചാരി നിന്ന ജാന്റെ കയ്യിൽ മുഖമർത്തി. അവൻ അവളെ നോക്കി ചുണ്ട് കടിച്ചു പിടിച്ച് കണ്ണുരുട്ടി പേടിപ്പിച്ചു. വല്ലാണ്ട് ചിരി വരുന്നുണ്ടോ? എല്ലാം ഒന്ന് കണ്ട് പഠിച്ചു, ഭാവിയിൽ ഉപയോഗം വരും. കുറുമ്പോടെ ജാൻ പറയുമ്പോൾ അവളൊരാക്കിയ ചിരിയോടെ അവനെ നോക്കി. അതെ, ഞാനെപ്പോഴേ തയ്യാറാ. ഇയാളല്ലേ എന്നെ സമയം വെട്ടി കുറച്ച്. ഒരു ദിവസം 5 കുളികൾ 10 കഴിച്ചുകൊണ്ടിരുന്ന ഞാനാ. പക്ഷെ ഇപ്പോ ബാക്കി കൂടി പറ, കേൾക്കട്ടെ. ഈ ഡയലോഗ് പണ്ട് ജാൻ പറഞ്ഞാണ്. ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. പക്ഷെ അവനെ ആ നോട്ടം കാണെ പെണ്ണ് നാണിച്ച് തലതാഴ്ത്തി. അതെ, കുറച്ചു മുമ്പേ ഞാൻ തന്ന കുളികൾ തേഞ്ഞില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, വേറെ തരാം. അവനവിടെ കാതോരം പറഞ്ഞ നിമിഷമാണ് ഡോറിൽ നിന്ന് നേഴ്സ് പുറത്തേക്ക് വന്ന്. ശ്രീമാൻ കഴിഞ്ഞു, ആൺകുഞ്ഞാ. അത് കേട്ടത് എല്ലാവരുടെയും മുഖമൊന്ന് മങ്ങി. ഒരു പെൺകുഞ്ഞിനെയാണ് എല്ലാവരും കണ്ണിലെണ്ണൊഴിച്ച് കാത്തിരുന്നത്. കാവ്യയും നീലാംബരിയും മാത്രമാണ് ആൺകുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച്. നീലാംബരി തന്റെ സന്തോഷം തീർത്ത് ജാന്റെ കയ്യിൽ കടിച്ചുകൊണ്ടാണ്. നീ എന്താടി പട്ടിയാണോ? അല്ല, എന്റെ ചെക്കൻ്റെ അമ്മായിയാ. അതും പറഞ്ഞ് അവൾ അവനെ ഒന്ന് ചുറ്റിപ്പിടിച്ചു. നോർമലായിരുന്നോ? കിരൺ നേഴ്സിനോട് മണ്ടത്തരകൾ ചോദിക്കുകയാണ്. നേഴ്സ് ഒരു ചിരിയോടെ ഒന്നും പറയാതെ അകത്തേക്ക് പോയി. അതെ, അവളെന്തോന്നും മിണ്ടാതെ പോയത്? കാവ്യക്ക് നോർമൽ ഡെലിവറി അല്ലേ അപ്പോ? കിരൺ എല്ലാവരുമായി ചോദിക്കുമ്പോൾ ശ്രീ അവൻ്റെ അടുത്തേക്ക് വന്നു. എടാ ചെക്ക, സിസേറിയൻ ആയിരുന്നെങ്കിൽ അവർ നമ്മൾ അറിയിക്കില്ലേ? സമ്മതമില്ലാതെ ഒരു ഡോക്ടർ സ്വന്തം ഇഷ്ടപ്രകാരം സിസേറിയൻ ചെയ്യാറില്ല. സിസേറിയൻ വേണമെങ്കിൽ തന്നെ അതിന്റെ കാരണം വ്യക്തമായി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവർ ചെയ്യാറുള്ളൂ. കിരണിന് ക്ലാസ് നടക്കുമ്പോൾ വെളുത്ത ടവലിൽ പൊതിഞ്ഞ ചുമന്നുകൊടുത്ത ഒരു ഉണ്ടത്തക്കിട ചെക്കനെ നേഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. കിരൺ കണ്ണു നിറച്ചുകൊണ്ട് തന്റെ കൈകളിലേക്ക് ആ പഞ്ഞിക്കെട്ടിനെ വാങ്ങി. അവൻ നേരെ വന്നത് ജാന്റെ അടുത്തേക്കാണ്. ഏയ് മൈ ജൂനിയർ പറഞ്ഞുകൊണ്ട് കിരണിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ജാൻ വാങ്ങുമ്പോൾ പുറത്ത് വലിയൊരു ശബ്ദത്തോടെ ഇടിവെട്ടി മഴ പെയ്ത് തുടങ്ങിയിരുന്നു. ദാ വിളിക്കടാ, എനിക്ക് മോനാണെങ്കിലേ നീ അവനെ വിളിക്കാൻ വെച്ചിരുന്ന പേര് ചെക്കന്റെ മുഖത്തോക്കി വിളിക്കടാ. കിരൺ പറയുമ്പോൾ ജാൻ ഒന്ന് ചിരിച്ചു. എല്ലാവരും അവർക്കും ചുറ്റും കൂടി ജാൻ ഉറ്റുനോക്കി നിന്നു. എന്തു പേരാവും ജാൻ കുഞ്ഞിനെ വിളിക്കാൻ പോകുന്നതെന്ന് കേൾക്കാൻ കാതോർത്ത് അവർ. കെയ്തൻ. കുഞ്ഞി ചെക്കന്റെ മുഖത്തോക്കി ജാൻ വിളിക്കുമ്പോൾ ജാന്റെ വെള്ളാരം കണ്ണുകളിലേക്ക് ചെക്കൻ ഉറ്റുനോക്കി. കൊള്ളാം, എനിക്കിഷ്ടമാടാ. കെയ്തൻ കിരൺനാഥ് മേനോൻ. പേരൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി, പക്ഷെ ഞാൻ കാശീനെ വിളിക്കൂ പറഞ്ഞുകൊണ്ട് ജാന്റെ കയ്യിൽ നിന്ന് കനകം കുഞ്ഞിനെ വാങ്ങുമ്പോൾ ബാക്കിയുള്ളവർ ചക്കപ്പഴത്തിൽ ഈച്ച പൊതിയും പോലെ അവർക്ക് പിന്നാലെ കുഞ്ഞിച്ചക്കനെ എടുക്കാൻ പൊതിഞ്ഞു. രാവിലെയാണ് കാവ്യ റൂമിലേക്ക് കൊണ്ടുവന്നത്. കിരണിനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു. ഓടി വന്ന അവനിപ്പോ തനിക്ക് ഉമ്മതിരെന്ന് പ്രതീക്ഷിച്ചെടുത്ത് കിരൺ ഓടിച്ചെന്ന് അവളുടെ കാതിലൊരു രഹസ്യം ചോദിച്ചു. എടി കാവ്യ, അതെ ഈ മറ്റേ വേദനയേക്കാൾ വേദനയുണ്ടോ ഈ പ്രസവവേദനക്ക്? പറഞ്ഞു കാവ്യ എന്റെ ചെകിട്ട് നോക്കിയിരണങ്ങ് പൊട്ടിച്ചു. കിട്ടണം അമ്മാതിരി സംശയിച്ചേക്കാൻ ചോദിച്ചു. അതും പെണ്ണ് വേദന എന്ന് പ്രസവിച്ചെടുക്കുന്ന സമയത്ത്. അതെന്താ നീ എന്തിനാ എന്റെ കിണറ്റിനെ തല്ലിയത്? നീലാംബരി കണ്ണും കുറിപ്പിച്ച് കാവ്യക്ക് നേരെ ചീറി. ഓ വന്നവള് പെങ്ങളിക്കാൻ ഇറങ്ങി പൊക്കലുണ്ടോ? നീലാംബരി ആട്ടിപ്പായിച്ചു കാവ്യ. കിരൺ നീലാംബരി അടുത്തേക്ക് വിളിച്ചു. ഏയ് അതൊന്നുമില്ല മോളെ, അത് കാവ്യ കൊണ്ട് ഏട്ടനോട് സംശയം ചോദിച്ചിരുന്നു. അതിന്റെ ഉത്തരം കിട്ടിയോന്ന് ചോദിച്ചാ ഞാൻ. എന്ത് സംശയം? അത് അയ്യേ ഞാൻ പറയില്ല. അത് പെറ്റ തള്ളയോട് പോലും ചോദിക്കാൻ കൊള്ളില്ല. ആണോ? എന്നിട്ടാണോ പെറ്റ തള്ളയോട് തന്നെ ചോദിച്ചത്? അതും കാശിയുടെ തള്ളയോട്? എങ്കിലും അത് അവൾ ചോദിച്ച സംശയമല്ലേ? എന്നിട്ടും തല്ലിയിട്ടേ കിരണേട്ടനല്ലേ? അതെന്താ അങ്ങനെ? അത് ഇപ്പം ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു.
വാ നമുക്ക് ക്യാൻറ്റീനിൽ പോയി ചൂട് പൊറാട്ടയും ബീഫും കഴിക്കാം. കൊച്ചിന് എന്തൊക്കെയാ അറിയേണ്ടത്. ഹോ നീലാംബരിയുടെ തോളിൽ കയറ്റ് വല്ലവിധനെയും കിരൺ അവളെയും കൊണ്ട് പുറത്തേക്ക് പോയി. കനകം പറഞ്ഞ പോലെ കുഞ്ഞിന്റെ നൂലിട്ട് മേലാറ്റ് വെച്ച് തന്നെയായിരുന്നു നടത്തിയത്. സന്തോഷവും കളിച്ചിരികളുമായി 2 കൊല്ലം കൂടി കഴിഞ്ഞുപോയി. കെയ്തൻ എന്ന കാശിക്ക് ഇപ്പോൾ 2 വയസ്സായി. അവർ നോക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കനകവും ജയേന്ദ്രനും നിർമ്മലയുമാണ്. നിർമ്മല ഇപ്പോൾ സ്വന്തം വീടായ കൈലാസ് തറവാട്ടിലേക്ക് അങ്ങനെ പോവാറില്ല. രാമഭദ്രന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു മെയിൽ ഹോം നേഴ്സിന് വെച്ചു. പിന്നെ രാധികയും വേലക്കാരി ജാനും ഒക്കെ അവിടെയുണ്ട്. കുഞ്ഞി ചെക്കനെയും കൊണ്ട് അച്ഛൻ ഉറങ്ങുന്ന മേലാറ്റൂർ മനയിലേക്ക് വന്നതാണ് മാൻഷനിലുള്ളവർ. ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് കൊണ്ട് ചെക്കനെ എല്ലാവരെയും അറിയാം. നീലാംബരി തുളസിയോടധികം മിണ്ടാറില്ലെങ്കിൽ കൂടി അവൾക്ക് അവരോട് വെറുപ്പൊന്നുമില്ലായിരുന്നു. ചെയ്ത തെറ്റുകളുടെ ഫലമൊക്കെ ഈ ജന്മം അവർ അനുഭവിച്ച് തീർത്തതാണ്. അതും വെറുമൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് എല്ലാവരും ചെയ്തു കൂട്ടിയത്. അവരുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ മറ്റൊരു പെണ്ണിന് സ്വന്തം പ്രണയത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുമായിരുന്നോ എന്ന് നീലാംബരി പലപ്പോഴും ചിന്തിച്ചു നോക്കി. തന്റെ ഉണ്ണിയേട്ടനെ മറ്റൊരു പെൺകുട്ടി നോക്കുന്ന പോലും തനിക്ക് സഹിക്കില്ല. അദ്ദേഹത്തെ മറ്റൊരു പെണ്ണിന്റെ കിടപ്പറയിൽ കാണാനിടയായാൽ താൻ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നൊക്കെ അവൾ ചിന്തിച്ചു നോക്കി. കഥകളിൽ വായിക്കുന്ന നായകന്റെയും നായികയുടെയും പ്രണയം മാത്രമല്ല യഥാർത്ഥ പ്രണയം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നായികനും നായികയൊക്കെ നമ്മൾ തന്നെയാണ്. കാവിൽ വിളക്ക് തെളിയിച്ച ശേഷം കാശിയും കൊണ്ട് നീലാംബരി അച്ഛനും അമ്മയും ഇറങ്ങുന്ന അസ്ഥിത്തറയുടെ അടുത്തേക്ക് പോയി. കണ്ണുകളടച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെറുകാറ്റിൽ പാലപ്പൂക്കൾ കുഞ്ഞു കാശിക്കും നീലാംബരിക്കും മേലെ വീണുകൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഇനി മാക്സിമം 2 പാർട്ടുകൾ കൂടിയേ ഈ കഥ ബാക്കിയുണ്ടാവുകയുള്ളൂ. 2 പാർട്ടോടു കൂടി കഥ അവസാനിക്കുന്നതാണ്. താങ്ക് യു.